ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാവരും ഇന്ന് സൺഡേ ആയിട്ട് അടിച്ച് പൊളിച്ച് ചോറക്കമുണ്ട്. ഉറക്കമാണോ, അതേ എന്തൊക്കെ പരിപാടികളിലാണ് മുഴുകിയിരിക്കുന്നത്? പുറത്ത് പോവുകയാണോ? ഷോപ്പിങ്ങിനൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നല്ല ചൂടാണ് വീടിനകത്ത്, അപ്പോൾ നല്ല വിയർത്ത് ഒഴുകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ അടുക്കളയിലുള്ളൊരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അടുക്കളയിൽ നമുക്ക് പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിക്കനൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരെല്ലാവരും, മിക്ക ആൾക്കാരും ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ അതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് പറഞ്ഞുതരാം. അതായത് ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വിനാഗിരിയും നാരങ്ങ നീരും പുരട്ടി അത് സൂക്ഷിക്കുകയാണെങ്കിൽ, ഒരു ബൗളിൽ വെക്കുകയാണെങ്കിൽ വളരെ കുറച്ച്, നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ കുറച്ചെടുക്കണമെങ്കിൽ എടുക്കാം, വളരെ കുറച്ചെടുക്കാം, കൂടുതൽ വേണമെങ്കിൽ അതെടുക്കാം. അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഇതുപോലെ തന്നെ, അതായത് ഈ പാത്രത്തിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലടച്ച്, ഈ പാത്രത്തിലെന്നല്ല ഏതെങ്കിലും ഒരു പാത്രത്തിലടച്ച് ഫ്രിഡ്ജിനകത്ത് ഈ വിനാഗിരിയും നാരങ്ങ നീരും പുരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് നാളത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്ത് നോക്കൂ കൂട്ടുകാരെ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ കത്തി വാങ്ങിക്കാറുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടി, ഇപ്പോൾ എല്ലാ വീട്ടിലും മീനെല്ലാം കണ്ടിക്കാൻ വേണ്ടി, ഫിഷ് കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കത്രിക വാങ്ങിക്കാറുണ്ടല്ലേ. അപ്പോൾ കത്രിക വാങ്ങിക്കുന്ന വീട്ടുകാർ കത്രിക വെച്ച് അതിൻ്റെ വാലും ചെതുമ്പലെല്ലാം മുറിച്ച് കളയാറുണ്ട്. പക്ഷേ നമ്മൾ കത്രിക ഇല്ലാത്ത വീടുകൾ, ഒരുപാട് ആൾക്കാർ കത്രിക യൂസ് ചെയ്യാതെ കത്തി തന്നെ യൂസ് ചെയ്യുന്ന വീട്ടുകാരുണ്ട്. അപ്പോൾ അത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ടിപ്സ് കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ കത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാതെ, അതായത് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. അപ്പോൾ അത് ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ഒരുപാട് നാളത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ചുണ്ണാമ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഈ കത്തിയുടെ പുറഭാഗത്തുള്ള തുരുമ്പങ്ങ് മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക കൂട്ടുകാരെ. ഇനിയൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം മിക്സിയിൽ തേങ്ങാപ്പീര എടുക്കുന്ന ആൾക്കാർ മിക്സിയിലിട്ടടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുക്കാറുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പീര നല്ല ഭംഗിയായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച ശേഷം എടുത്തടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് അരഞ്ഞ് കിട്ടും. അപ്പോൾ കൂട്ടുകാർ ഈ ടിപ്സ് ചെയ്തു നോക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് റൊട്ടി മുറിക്കുന്ന സമയത്ത്, നമുക്ക് റൊട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ചില ആൾക്കാർ കേക്ക് റൊട്ടിയൊക്കെ മുറിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കത്തി യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കത്തി യൂസ് ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ മുക്കി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, നല്ല നീറ്റായിട്ടുള്ള കഷ്ണം നമുക്ക് മുറിച്ച് എടുക്കാൻ പറ്റും, പൊടിഞ്ഞു പോവാതെ എടുക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ ബ്യൂട്ടി ടിപ്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ പൊടിക്കൈകളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ഒരു കാര്യം പറഞ്ഞു തരാം, എല്ലാ കൂട്ടുകാരും അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാമ്പ് വരുന്ന സമയമാണ്, ചൂട് കൂടുതലാണ്. അപ്പം പാമ്പ് ഈ ഹോളിലൊന്നും ഇരിക്കാതെ ഇറങ്ങി, എന്താണ് ഹോളെന്ന് പറഞ്ഞാൽ ദ്വാരങ്ങളിലൊന്നും ഇരിക്കാതെ ഇറങ്ങി ഓട്ടമാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും പാമ്പിൻ്റെ ഇതുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഏതെങ്കിലും ഒരു കുപ്പിക്കകത്ത് കുറച്ച് മണ്ണെണ്ണയും കുറച്ച് വെള്ളവും ചേർത്ത് വെച്ച ശേഷം ഇത് നമ്മുടെ ജനലിൻ്റെ അരികിലും നമ്മുടെ കിടക്കുന്ന ഭാഗത്ത്, ജനൽ തുറന്നിടുന്ന സമയത്ത് അതിൻ്റെ പുറത്ത്, അതായത് ജനലിൻ്റെ അകത്തോട്ടല്ല ഒഴിക്കേണ്ടത്, ആ ജനൽ തുറന്നിടുന്ന വശത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ തളിച്ചിട്ട് നിങ്ങൾ കിടക്കുക. സ്പ്രേ ബോട്ടിൽ പോലത്തെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കത് തളിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ കൂട്ടുകാരെല്ലാവരും ഈ മണ്ണെണ്ണയും വെള്ളവും കൂടെ ചേർത്ത് കലക്കി വയ്ക്കുക. പാമ്പ് അതായത് താഴ്വശത്ത്, കാരണം ഒരുപാട് പുട്ടുമണ്ണ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പുട്ടുമണ്ണെന്ന് പറഞ്ഞാൽ ഒരുപാട് മണ്ണെണ്ണ ഉണ്ട്. അതിൽ ഈ പുട്ടുമണ്ണെന്ന് പറയുന്ന മണ്ണുണ്ട്, അതായത് ചുമന്ന മണ്ണ്. ആ മണ്ണുള്ള സ്ഥലത്ത് ഒരുപാട് പാമ്പ് മാളങ്ങളിൽ ചെത്തൽപ്പുറ്റ് കണക്ക് കൂട് വെച്ചിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാമ്പിൻ്റെ ശല്യം കൂടുതലാണ്. അതുപോലെ രണ്ടാമത്തെ നിലയിലൊക്കെ താമസിക്കുന്ന